രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഞാൻ മധുസൂദന വാര്യൻ. ഈ ചാനൽ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്താൻ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. വനവാസത്തിന് പോകുന്ന രാമൻ്റെ കൂടെ സീത പോകാനായിട്ട് അനുമതി ചോദിക്കുകയാണ്. എന്നെ തനിച്ചാക്കി അങ്ങൊരിക്കലും പോകരുത്, ഞാൻ പിന്നീട് ജീവിച്ചിരിക്കില്ല. ഏത്വയാ കീർത്തിതാ ദോഷ വനേ വർത്തവ്യതാം പ്രതി ഗുണാനിത്യേവ താൻ വിദ്ധി തവ സ്നേഹ പുരസ്കൃതാൻ. എന്തെല്ലാം ദോഷങ്ങളും വിഷമങ്ങളും അങ്ങ് പറഞ്ഞാലും അതൊക്കെ എനിക്ക് സുഖമായിട്ടാണ് നാഥ ആര്യപുത്ര തോന്നുന്നത്. ഈ പറഞ്ഞ ദോഷങ്ങളെല്ലാം എനിക്ക് ഗുണമാണ്, സുഖമാണ്, ഒന്നും തന്നെ ദുഃഖമല്ല. പക്ഷേ എത്രയായിട്ട് പലതരത്തിൽ വിഷമങ്ങൾ പറഞ്ഞ് ഭഗവാൻ പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്. സത്യതാ സീതാം കാഗുസ്താ ബഹുസാന്തയൻ. അനവധി സാന്ത്വനങ്ങളൊക്കെ പറഞ്ഞ സീതയെ എങ്ങനെയെങ്കിലും നിവർത്തയിതും ആത്മാവാൻ നിവർത്തിക്കണം, വനവാസത്തിൽ നിന്ന് ഒഴിവാക്കാൻ പരിശ്രമിച്ചിട്ടും ഒരു നിലയ്ക്കും സീത സമ്മതിച്ചില്ല. സാ തമുത്തമ സംവിഘ്നാ സീതാ വിപുലവക്ഷസം പ്രണയാച്ചാഭിമാനാച്ച പരിചിക്ഷേപസ രാഘവം. രാമനെ കുറച്ച് പരിഹസിക്കുക തന്നെ ചെയ്തു എന്ന് പറയാണ്. സ്ത്രീകൾ ചില സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യും, ഭർത്താക്കന്മാരെ പരിഹസിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലാണ് ചെയ്തത് എന്ന് പറയാണ്. എന്താണ് അങ്ങ് ഈ പറയുന്നത്? സാതമുത്തമ സംവിഘ്ന സീതാ വിപുലവക്ഷസം. വിപുലവക്ഷത്തോടു കൂടിയിട്ടുള്ള ശക്തനായിട്ടുള്ള രാമനെ പിറയാർന്ന സ്വരത്തിൽ പരിഹസിച്ചു എന്ന് പറയുകയാണ്. കിന്ത്വ അമന്യത വൈദേഹ പിതാമേ മിഥിലാധിപ. മിഥിലാധിപനായിരിക്കുന്ന എൻ്റെ അച്ഛൻ ഇങ്ങനെയൊരു ഭീരുവിനെയാണോ എനിക്ക് ഭർത്താവായിട്ട് തിരഞ്ഞെടുത്തത്? അങ്ങേക്ക് ധൈര്യം എന്താണ് അങ്ങേക്ക് സംഭവിച്ചത്? ഇത്രമാത്രം ഒരു പെൺവേഷത്തിലുള്ള പുരുഷനാണോ അങ്ങ്? ഒരു വനവാസത്തെ പറ്റി ഇങ്ങനെ പേടിക്കുക, കൂടെയുള്ള പത്നിയെ കൊണ്ടു നടത്താൻ പറ്റാണ്ടിരിക്കുക. ഈ ജനങ്ങൾ മുഴുവനും സൂര്യ തേജസ്സാണ് രാമന് എന്ന് പറയുന്നത്. തേജോനാർത്തി പരൻ രാമേ തപതീവ ദിവാകരേ. സൂര്യൻ്റെ തേജസ് എന്ന് പലരും അങ്ങേപ്പറ്റി പറയുന്നതൊക്കെ വെറുതെ അയ്യോ. ഈ പറയുന്നവരൊക്കെ വിഡ്ഢികളാണോ രാമ? അതുകൊണ്ട് ഞാൻ അങ്ങയുടെ കൂടെ തീർച്ചയായിട്ടും വരും. അങ്ങ് എന്തിനാണ് ഈ ഭയപ്പെടുന്നത്? പതിവ്രതയായി എപ്പോഴും അങ്ങയോടുകൂടി നിൽക്കാൻ തയ്യാറുള്ള എന്നെ എന്തിനാണ് ഉപേക്ഷിക്കുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. ദുമത്സേന സുതം വീരം സത്യവന്തമനോവ്രതാം സാവിത്രീമിവ മാം വിദ്ധി ത്വാം ആത്മവശവർത്തിനീം. ദുമത്സേന രാജാവിൻ്റെ പുത്രനാണത്ര ഈ സാവിത്രി. മരിക്കാൻ പോകുമ്പോഴും കൂടി തൻ്റെ ഭർത്താവിൻ്റെ കൂടെ കൊണ്ടുപോകണം എന്ന് യമനോട് പറഞ്ഞ ആളാണ് സാവിത്രി. അങ്ങനെ എപ്രകാരം ആ സാവിത്രി സത്യവാൻ്റെ കൂടെ മരണത്തിലും കൂടെ പോയോ, അതുപോലെ അങ്ങയെ അനുവർത്തിക്കുന്നതായിട്ട് എന്നെ അങ്ങ് ഇത്രയുമായി മനസ്സിലായില്ലേ എന്നെ? ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും അങ്ങനെയാണ് ഞാൻ എന്ന് എന്തുകൊണ്ട് അങ്ങ് ധരിക്കുന്നില്ല? ഇനി എവിടെയെങ്കിലും ആരെയെങ്കിലും ഞാൻ സ്വീകരിച്ചോട്ടെ എന്ന് വിചാരിച്ച് എന്നെ ഉപേക്ഷിക്കുകയാണോ അങ്ങ് ചെയ്യുന്നത്? അവസരം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ശക്തിയോ അതുപോലെ തന്നെ സ്വാധീനമോ കുറയുമ്പോൾ വേറൊരാളെ തേടിപ്പോകുന്ന കുലടയാണ് എന്നെ ധരിച്ചു എങ്കിൽ രാമ, എനിക്ക് എന്താണ് പിന്നെ മാർഗം? മരണമാണ്. അങ്ങ് എന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ മരണമല്ലാണ്ട് മറ്റൊരു മാർഗം എൻ്റെ മുന്നിലില്ല. എന്ത് പരിമിതികളുണ്ടെങ്കിലും ദുശ്ശീലോ ദുർഭഗോ ദുർഗോ ജഡോ രോഗി അധനോഭിവ
പൈസ ഇല്ലെങ്കിലും ജഡനാണെങ്കിലും കഴിവില്ലെങ്കിലും ഭർത്താവിനെ സ്ത്രീകൾ ഉപേക്ഷിക്കാറില്ല. ഭാഗവതത്തിൽ ഭഗവാൻ രാസക്രീഡാ സമയത്ത് അത് എത്ര ഭംഗിയായിട്ട് പറയുന്നുണ്ടറിയോ? ശീലോ ദുർഭഗോ വൃദ്ധോ ജഡോ രോഗി അധനോ പിവ. പണമില്ലാത്തവനോ പ്രായം കൂടിയ, അങ്ങനെ ഉണ്ട്. പണ്ട് ചിലപ്പോൾ പ്രായം കൂടിയ ആൾക്കാരെ വിവാഹം കഴിക്കും സ്ത്രീകൾ. ഇതൊക്കെ ആയാലും മറ്റൊരു പുരുഷൻ്റെ മോൾ മനസ്സ് പോവേ, അത് സ്ത്രീകൾ ചെയ്യാറില്ല. അതുകൊണ്ട് വേറൊരാളുടെ കൂടെ ഞാൻ പൊക്കോട്ടെ എന്നാണെങ്കിൽ ഒരിക്കലും ഈ ജന്മം എന്നല്ല ഒരു ജന്മത്തും എനിക്ക് അതിന് സാധിക്കില്ല. അതുകൊണ്ട് എങ്ങനെ അങ്ങ് ഒറ്റയ്ക്ക് പോവും? തപസ്സാണെങ്കിലും കാടാണെങ്കിലും സ്വർഗ്ഗമാണെങ്കിലും നരകമാണെങ്കിലും അങ്ങയുടെ കൂടെ ഞാൻ വരും. എനിക്കതിന് യാതൊരു വിഷമവും ഇല്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് രാമ, എന്നെ ഉപേക്ഷിച്ച് തനിച്ചാക്കിയിട്ടങ്ങ് പോവരുത്. മുള്ള് ദർഭ മുതലായിട്ടുള്ളതെല്ലാം സുഖമായി ശയിക്കാനുള്ള ശയ്യ പോലെ ഞാൻ കണക്കാക്കും. മാൻതോലാണ് സുഖം എന്നാണ് ഇരിക്കാനും ഒക്കെ പണ്ട് ഈ മാൻതോല് നന്നായിട്ട് പറയും. അതേ മാൻതോലായി ഞാൻ വിചാരിച്ചോളാം. മാൻതോലിരുന്നിട്ടാണ് തപസ്യയിൽ പ്രത്യേക സുഖമുണ്ടെന്നാണ്. അപ്പോൾ മുള്ള കല്ല് മുതലായിട്ടതോ ദർഭപ്പുല്ലോ കുത്തിത്തറയ്ക്കണതാണെങ്കിലും അത് മാൻതോല് പോലെ അങ്ങുണ്ടെങ്കിൽ എനിക്ക് തോന്നും. തിരിച്ചായാലോ അങ്ങില്ലെങ്കിൽ എത്ര മാൻതോലോ വളരെ മൃദുവായിട്ടുള്ള ഇരിപ്പിടങ്ങളോ കിടക്കുന്ന കാര്യങ്ങളോ എനിക്ക് മുള്ളാണ്. അപ്പോഴാണ് എനിക്കത് മുള്ളായിട്ട് തീരുക. അതുകൊണ്ട് രാമ, കാറ്റ് വീശുകയോ കാട്ടിലത്തെ പൊടികൾ ശരീരത്തിൽ അണിയുകയോ ചെയ്താൽ ചന്ദനം മേല് പൂശ പോലെ ഞാൻ വിചാരിക്കും അങ്ങയോട് കൂടി ആണെങ്കിൽ. അങ്ങയുടെ കൂടെയാണെങ്കിൽ ഈ പൊടി കൊടുങ്കാറ്റുണ്ടാവുമെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പെടുത്തി ഇല്ലേ? ആയിക്കോട്ടെ, പൊടി എൻ്റെ മേലായിക്കോട്ടെ, അത് ചന്ദനത്തിന് സമാനമായി ഞാൻ കണക്കാക്കും. ഏത് പുല്ലും മെത്തയാക്കി ഞാൻ അങ്ങയോടൊപ്പം കിടക്കും. ഏത് കനികൾ ഇലകൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നാലും അമൃത് പോലെ ഞാനത് ഭക്ഷിക്കും. എന്താ കിട്ടുക വെച്ചാൽ ഇലയായിക്കോട്ടെ കായായിക്കോട്ടെ, സ്വാദ് ഞാൻ നോക്കില്ല. അങ്ങാണ് അതിൻ്റെ സ്വാദ്. അങ്ങുണ്ടെങ്കിൽ അതാണ് ഞാൻ ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നത്, വിഭവസമൃദ്ധമായ സദ്യയേക്കാൾ. അതുപോലെ ഏത് ഋതുക്കൾ കഴിഞ്ഞോട്ടെ, ശരത്തോ ഹേമന്തോ, ആ കാലഘട്ടത്തിനനുസരിച്ച് കിട്ടുന്ന ഭക്ഷണങ്ങൾ ഞാൻ കൊണ്ട് വിശപ്പടക്കി വയ്ക്കാം. എന്നെക്കൊണ്ട് അങ്ങേക്ക് ഒരു അപ്രിയവും രാമ ഉണ്ടാവില്ല. അങ്ങില്ലാത്ത ഈ കൊട്ടാരവും സുഖവും എനിക്ക് നരകമാണ് എന്ന് ഞാനിത് ആവർത്തിച്ച് പറയുന്നു. എനിക്കതെല്ലാം നരകമാണ്. ഞാൻ ഒരിക്കലും അതൊന്നും ആഗ്രഹിക്കണില്ല. ഈ സുഖങ്ങളൊക്കെ എനിക്ക് അങ്ങില്ലെങ്കിൽ നരകമാണ്. അതുകൊണ്ട് ദയവായിട്ട് അത്തരം ഒരു പ്രവൃത്തിയിലേക്ക് അങ്ങ് നീ വീഴരുത്, അങ്ങ് വന്ന് വീഴരുത്. ഒറ്റ നിമിഷം അങ്ങില്ലാണ്ട് എനിക്ക് കഴിയാൻ വയ്യ. എന്നിട്ട് വേണ്ടേ 14 കൊല്ലം ഇമം ഹി സഹിതം ശോകം മുഹൂർത്തമഭിനോത്സഹി. ഒരു മുഹൂർത്തം പോലും കഴിയില്ല. കിം പുനർദശവർഷാണി ത്രീണി ചേകം ചതുക്കിത. 14 കൊല്ലത്തെ കഥ എങ്ങനെ ഞാൻ ചിന്തിക്കും എന്ന് ചോദിക്കുകയാണ്. 2 കണ്ണിൽ നിന്നും വെള്ളം ധാരധാരയായിട്ടാണ്ട് ഒഴുകുകയാണ് സീതയുടെ. അഥവാ ഭഗവാനെങ്ങാനും തന്നെ ഉപേക്ഷിച്ചെങ്കിലോ എന്ന് വെച്ചിട്ട് സാവിത്ത ബഹുവിർവാക്യേദിഗ്ധൈരിവഗജാംഗന ചിരസന്നിയതം ബാഷ്പം മമോജാഗ്നിരിവാരണി. ഒരു ചിരകാലം എങ്ങനെയൊക്കെയോ ഇത്രയും നേരം തടഞ്ഞ കണ്ണീരതാ യാതൊരു തടവും ഇല്ലാണ്ട് തടക്കാൻ പറ്റാത്ത വിധം ഒഴുകണു. താമരയുടെ ഇതളിൽ തങ്ങി നിൽക്കണ വെള്ളം പോലെ ആ കണ്ണുനീരിന് എന്തോ ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു. നേത്രാഭ്യാം പരിസുസ്രാവ പങ്കജാഭ്യാവിബോധകം. ജലനളിനി എന്നൊക്കെ പറയുന്നത് ആ നളിനിയിലുള്ള താമരയിലുള്ള വെള്ളത്തിനെ പോലെ സുന്ദരിയായിട്ടുള്ള സീതയുടെ കണ്ണുനീർ ശോഭിച്ചു എന്ന് പറയണം. അതിങ്ങനെ ഒട്ടുവിട്ട് ഉതിർത്ത് വീഴാൻ തുടങ്ങി, തടസ്സമില്ലാണ്ട് വീഴാൻ തുടങ്ങി. ഇത് കേട്ടതോട് കൂടിയിട്ട് ആ താമരയെ പോലെ അല്ലേ, താമര ചിലപ്പോൾ തളരുന്നില്ലേ, തണ്ടൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ പോലെ ആയി തീർന്നു എന്ന് പറയാണ്. അത്രയും ദുഃഖത്താൽ വേഗം കെട്ടിപ്പിടിച്ച് സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ ആശ്വസിപ്പിച്ചു. സീതേ, അങ്ങ് എന്തിനെ ഭയപ്പെടുന്നു എന്ന് നീ എന്നോട് ചോദിച്ചു ഇല്ലേ? എനിക്ക് ഈ ലോകത്തിൽ ഒന്നിനെയും ഭയമില്ല എന്ന് ഇത്ര കാലമായിട്ട് നിനക്ക് മനസ്സിലായില്ലേ? നഹിമേസ്തി ഭയം കിഞ്ചിൽ സ്വയംഭൂരിവ സർവത. സ്വയംഭൂ എന്ന ബ്രഹ്മാവ്. ഈ ബ്രഹ്മാവിന് ആരെങ്കിലും ഭയമുണ്ടോ? അതേപോലെ തന്നെ എനിക്ക് ഒന്നിനെയും ഭയമൊന്നുമില്ല. അങ്ങനെ ഭയന്നിട്ടൊന്നുമല്ല എന്നെ ഞാൻ കൊണ്ടുപോകാത്തത്.
പിന്നെ എന്തിനാ ഇപ്പം ഈ തടസ്സമൊക്കെ പറഞ്ഞാൽ തവ സർവം അഭിപ്രായമവിജ്ഞായ സുഭാനനെ, നിൻ്റെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം എനിക്കൊന്ന് അറിയണം. നീ വരാൻ തയ്യാറുണ്ടോ എന്നറിയണ്ടേ? തയ്യാറില്ലാത്തത് എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി എങ്ങനെയാണ്? അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ പിന്തിരിപ്പിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതിൽ താല്പര്യമുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ അത് ഞാനൊന്ന് നോക്കിയതാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി, നീ കാട്ടിലേക്ക് വരുന്നതാണ് നിനക്ക് സന്തോഷം. ഒരു ധീരനായിട്ടുള്ള മനുഷ്യന് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്തത് അത്രേ കീർത്തി. അവൻ്റെ കൂടപ്പുറപ്പ് പോലെ അവൻ കീർത്തിയെ ഇഷ്ടപ്പെടുന്നു, ദുഷ്കീർത്തിയെ ഭയപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ എപ്രകാരമാണോ കീർത്തിയും വീരപുരുഷനും ഒന്നായി യോജിച്ച് നിൽക്കുന്നത്, അതുപോലെ എനിക്ക് നിന്നെ ത്യജിക്കാനാവില്ല. വീരന് കീർത്തി എന്ന പോലെ എനിക്ക് നീ ത്യാജ്യമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നീ വരുമെന്ന് ഉറപ്പാണെങ്കിൽ ഇനി എനിക്കൊന്നും പറയാനില്ല. ധർമ്മർത്തു ഗജനാസോരു സദ്ഭിരാചരിതപുരാത്വം ജാഗമനുവർത്തേദ്യഥാ സൂര്യം സുവർച്ചല സൂര്യയുടെ പത്നിയാണ്. സുവർച്ചല എപ്രകാരം സൂര്യൻ്റെ പിന്നാലെ പോയോ അതേപോലെ നീ എന്നെ പിന്തുടർന്നോ? അത്രത്തോളം ഉറച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നെ പിന്തുടര്. നഖല്ലകന്ന ഗച്ഛേയം വനം ജലകനന്ദിനി വചനന്ദനായതി മാം പിതുസത്യോപബൃംഹിതം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അച്ഛൻ്റെ സത്യം പാലിക്കാൻ വേണ്ടി ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്. ഒരു കാര്യത്തിൽ നീ പറ്റില്ല എന്ന് ഉറപ്പിക്കുക. നീ പോന്നോ? വനവാസം എന്തായാലും ഉപേക്ഷിക്കാൻ പറ്റില്ല. എന്നോട് കൂടിയോ കൂടാതെയോ എന്ന് വേറെ വിഷയം. ഉറപ്പിച്ചെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ വരാം. ഈ ലോകത്തിലെ ഏറ്റവും വലുത് എന്താ ചോദിച്ചാൽ അമ്മയും അച്ഛനും തന്നെയാണ്. അസ്വാധീനം കഥം ദൈവം പ്രകാരേ അഭിരാധ്യതേ. നമ്മുടെ മുന്നിൽ കാണാത്ത ഒന്നാണ് ദൈവം, അല്ലേ? നമ്മൾ കാണുന്നുണ്ടോ? പക്ഷേ മുമ്പിൽ കാണുന്നതാണ് അച്ഛനും അമ്മയും. കാണപ്പെടുന്ന ദൈവം എന്ന അച്ഛനും അമ്മയും പറയുന്നത് വെറുതെ ഇല്ല. അപ്പം അത്തരത്തിലുള്ളൊരു കുടുംബ ബന്ധം ഇല്ലാത്തതുകൊണ്ടാണ് ഈ കുടുംബത്തിൽ അസ്വസ്ഥത, അരക്ഷിതത്വം ഒക്കെ ഉണ്ടാവുന്നത്. നമുക്ക് കാണപ്പെടുന്ന ദൈവമാണത്രേ അച്ഛനും അമ്മയും. പിന്നെ ഒന്ന് സൂര്യനാണ് കാണപ്പെടുന്നത് എന്നാണ് പറയുക. അപ്പം അവർക്ക് കാണാത്ത ദൈവത്തിനേക്കാൾ പ്രാധാന്യം കൊടുത്ത് കാണുന്നു പല സ്ഥലത്തും. വേറെ ഒരു ദൈവമൊന്നും ഇല്ല. അച്ഛൻ, അമ്മ, ഗുരുനാഥൻ എന്നും പറയുന്നുണ്ട് അവിടെ. ഗുരുനാഥൻ ഇതല്ലാതെ ഒരു ദൈവം എന്താണ് ചെയ്തേ ഈ ലോകത്തിൽ ഉള്ളത്? സത്യമാണെങ്കിലും ദാനമാണെങ്കിലും യജ്ഞമാണെങ്കിലും സൽക്കർമ്മമാണെങ്കിലും മറ്റ് ദക്ഷിണയാണെങ്കിലും എല്ലാം അച്ഛൻ്റെ അമ്മയുടെ താഴെ നിൽക്കുള്ളൂ. ഏറ്റവും വലിയ സൽക്കർമ്മം ഏതാ ചോദിച്ചാൽ അച്ഛനെയും അമ്മയും സന്തോഷിപ്പിക്കുക, ശുശ്രൂഷിക്കുക, അവരുടെ അനുഗ്രഹം വാങ്ങുക എന്നുള്ളത് തന്നെയാണ്. സ്വർഗം, അതുപോലെ തന്നെ ധനധാന്യങ്ങൾ, സർവ്വനിലയ്ക്കുള്ള ഐശ്വര്യങ്ങൾ, ഇതെല്ലാം ഗുരുവിനെ സേവിക്കുന്നത് കൊണ്ട് നമുക്ക് വന്നോളും. ഗുരുവിൻ്റെ ഒരു അപ്രിയം വന്നാൽ വേറെ എന്ത് ചെയ്തിട്ടും പിന്നെ കാര്യമില്ല. ബ്രഹ്മലോകവും മറ്റ് ലോകം അടക്കം നേടാൻ നമുക്ക് സാധിക്കും. വേണമെച്ചാൽ ബ്രഹ്മാവ് വരെ ആവാം ഉയർന്നിട്ട്, പിതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും അമ്മയുടെ അനുഗ്രഹം കൊണ്ടും. ഇതാണ് സീതേ സനാതനധർമ്മം എന്ന് പറയണം. സമാം പിതാ യഥാ ശാർത്തി സത്യധർമ്മസ്ഥിതേ തഥാ വർത്തിതമിച്ഛാമി സഹി ധർമ്മസനാതന. അച്ഛനെയും അമ്മയുടെ അനുഗ്രഹം സർവ്വതാ വാങ്ങൽ തന്നെയാണ് ഏറ്റവും വലിയ സനാതനധർമ്മം, അല്ലെങ്കിൽ സനാതനധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് പറയുകയാണ്. മമ സന്നാമതി സീതേ ത്വാം നേതും ദണ്ഡകാവനം പസിഷ്യാമീതി സാത്വം മാം അനുയാതും സുനിശ്ചിതം. ഇത്രയൊക്കെ ആ വനത്തിൻ്റെ കഷ്ടതകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടും നീ അതിൽ നിന്ന് പിന്മാറിയില്ല. നീ വരാൻ തന്നെ തയ്യാറായി. അങ്ങനെയാണെങ്കിൽ നീ പോന്നോളൂ, ഇനി നിന്നെ ഞാൻ തടയുന്നില്ല. സാഹി സൃഷ്ടാനവത്യാംഗീ വനായ മതിരേക്ഷണേ. സുന്ദരമായ കണ്ണുകളോട് കൂടിയവളെ, അങ്ങനെയാണെങ്കിൽ നീ വനത്തിലേക്ക് വന്നാലും എന്ന് പറയണം. വ്യവസായമനുക്രാന്ത കാന്തേ ത്വം അതിശോഭനേ. ഏ സുന്ദരി, അങ്ങനെയാണെങ്കിൽ നീ എന്നോടുകൂടി വരുന്നിട്ട് വനവാസത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തോളൂ. എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? രത്നം, ഭോജനം, ഭിക്ഷുക്കൾക്കൊക്കെ ഭോജനം കൊടുക്കുക, ബ്രാഹ്മണർക്ക് രത്നം, വസ്ത്രം മുതലായിട്ട് ദാനം കൊടുക്കുക. ഇതൊക്കെയാണല്ലോ. പോണതിന് മുമ്പ് അങ്ങനെ ചിലതൊക്കെ ചെയ്തിട്ട് വേണം കൊട്ടാരോ രാജ്യമോ വിട്ടുപോവാൻ. ബ്രാഹ്മണേ വെച്ച രത്നാനി ഭിക്ഷുകേ വെച്ച ഭോജനം.
ഭിക്ഷ എടുക്കാൻ വരുന്നവർക്കൊക്കെ ഭോജനം ഭിക്ഷയായിട്ട് കൊടുക്കുക, ബ്രാഹ്മണർക്ക് രത്നം കൊടുക്കുക, അതൊക്കെ കൊടുത്തുകൊണ്ട് അമാന്തിക്കാതെ കണ്ട് വനവാസത്തിന് ഒരുങ്ങിക്കോളൂ. ഭൂഷണാനി മഹാർഹാണി വരവസ്ത്രാണിയാനിജ, വിശിഷ്ട വസ്ത്രങ്ങളും രത്നങ്ങളും ആഭരണങ്ങളും ദാനം ചെയ്യുക. വേണ്ടവർക്ക് അർഹിക്കുന്നവർക്ക് അതൊക്കെ ദാനം ചെയ്യുക. കിടക്കകൾ, വാഹനങ്ങൾ, വസ്തുക്കൾ, ആന, കുതിര മുതലായ വസ്ത്രങ്ങൾ വേണ്ടവർക്കത്. ബ്രാഹ്മണർക്ക് അതൊന്നും വേണ്ട. ബ്രാഹ്മണർക്ക് വേണ്ടത് ഭക്ഷണമോ രത്നമോ സ്വർണ്ണമോ ധനമോ എല്ലാം ദാനം ചെയ്തിട്ട് യാത്രയ്ക്കായിക്കൊണ്ട് നീ ഒരുങ്ങിക്കോളൂ. അനുകൂലം തു സ ഭർത്തുർ ജ്ഞാത്വാ ഗമനമാത്മന ക്ഷിപ്രം പ്രമുദിതാ ദേവി ധാതുമേവാപചക്രമേ. തൻ്റെ ഭർത്താവ് അതിന് സമ്മതിച്ചല്ലോ എന്ന് വിചാരിച്ച് കണ്ണീരൊക്കെ തുടച്ച് വളരെയധികം ആശ്വസിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടുകൂടി സീത വനവാസത്തിനായിട്ട് അങ്ങനെ ഒരുങ്ങുകയാണ്. ലക്ഷ്മണൻ ഞാനും വരികയാണ് എന്ന് പറയുന്ന രംഗം, ഒരു രംഗം കൂടി ഉണ്ടായില്ലേ, ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. ആദ്യം വേണ്ടാന്ന് പറഞ്ഞു, ഊർമിളയ്ക്ക് വിഷമാവുമ്പോൾ പിന്നെ ആ ലക്ഷ്മണൻ്റെ രംഗങ്ങളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയാനുള്ളത്. സീത വനവാസത്തിനായിക്കൊണ്ട് ദാനാദി കാര്യങ്ങൾക്ക് അങ്ങനെ ഒരുങ്ങി ലക്ഷ്മണൻ്റെ റോള്, ലക്ഷ്മണൻ്റേതായിട്ടുള്ള ആ രംഗം തുടർന്നുള്ള സർഗങ്ങളിൽ പറയുകയാണ്. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണന്തമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം ഏതസ്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.